ശ്യാമേ, വരുണിപ്പോ ഇവിടെ വന്നിരുന്നു. എന്നോട് രാധിക ഫിദയും ചോദിച്ചു. രാധിക ഫിദയുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറാൻ ചെയ്തു. അത് നന്നായി എടുത്തി. രാധികയുടെയും വരുണിന്റെയും കാര്യം നമുക്കെല്ലാം അറിയാലോ ശ്യാമ. പക്ഷേ അത് വല്ലാത്തൊരു അവസ്ഥയിലാണെന്ന് വരുണിന്റെ സംസാരം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാ വരുണിനെ എനിക്ക് തോന്നിയത്. എങ്ങനെ നോക്കിയാലും ഇപ്പൊ ഈ മാറി നിൽക്കുന്ന നല്ല കാര്യം. എല്ലാം വ്യക്തമായിട്ട് നമുക്കറിയാൻ പറ്റും അല്ലേ എടുത്തി? അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല. തൽക്കാലം അങ്ങനെ പോട്ടെ, ഞാൻ വിളിച്ചോളാം. ഓക്കെ. number ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. മേഡം, ശ്യാമ രാധികയും കൊണ്ട് എവിടേക്കാ പോയത്? അത് കണ്ടെത്തിയ സോണിയ? ഇല്ല മേഡം, ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നാണമില്ലേ നിനക്കിതൊക്കെ പറയാൻ? ഞാൻ ഈ അവസ്ഥയിലായതോടെ എല്ലാം കഴിഞ്ഞു അല്ലേ? സത്യത്തിൽ ഞങ്ങൾക്ക് മാഡത്തിന്റെ അടുത്തുനിന്ന് മാറാൻ സമയം കിട്ടിയിട്ടില്ലെന്ന് വേണം പറയാൻ. ഓ, അപ്പോ നിന്റെയൊക്കെ സേവനം ഞാൻ പാടി പുകഴ്ത്തണോ അല്ലേ? നിന്റെയൊക്കെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഈ സമയത്ത് അമ്മയെ മോളെ കണ്ടെത്തിയിരുന്നേനെ. പറ്റുമെങ്കിൽ തീർത്തിട്ടുണ്ടായേനെ. എന്റെ സ്വപ്നങ്ങളാ അമ്മയും മോളും കൂടെ തകർത്തത്. അമ്മയും മോളും ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല. മുത്തശ്ശിയാണല്ലോ. ഹലോ മുത്തശ്ശി. പ്രിയങ്കേ, വരുൺ എന്ന് രാധിക ഇവിടെ അന്വേഷിച്ചു വന്നില്ലേ? ദേവൻ അതിലെന്തോ സംശയം കയറിയിട്ടുണ്ട്. എന്താ മുത്തശ്ശി? അവൻ വന്നതിൽ എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് ദേവൻ കൂടെ കൂടെ ചോദിക്കുന്നുണ്ട്. ഉയ്യോ, പ്രശ്നമാവോ മുത്തശ്ശി? പ്രശ്നം ആകാതിരിക്കാൻ വേണ്ടിയാ ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചത്. അന്ന് നീ അവളുടെ കഴുത്തിന്ന് താലി ഊരിയെടുത്തില്ലേ? അതെവിടെയാ വെച്ചിരിക്കുന്നേ? ഇവിടെ മുറിയിൽ എന്റെ ബാഗിലുണ്ട്. അതവിടെ വെക്കാൻ പാടില്ല. ഏതെങ്കിലും വിധത്തില് ആരുടെയെങ്കിലും കണ്ണിപ്പെട്ട അപകടമാ. പരമേശ്വരനും പത്മിനിയോടും ഒക്കെ നീ ഇത്രയും നാള് കള്ളം പറഞ്ഞതാണെന്ന് അവര് വിശ്വസിക്കും. മാത്രമല്ല, ആ താലി ഒരിക്കലും നിന്റെ അച്ഛൻ കാണാൻ പാടില്ല. മുത്തശ്ശി പറ, അതിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? അതെടുത്ത് ഏതെങ്കിലും ഒരു അഴുക്ക് ചാലിലോ കുളത്തിലോ കൊണ്ടുപോയി കള. അതാവുമ്പോ പിന്നെ ഒരിക്കലും ഒരു കാരണവശാലും ഒരാളുടെ കയ്യിലും അത് കിട്ടില്ല.
നീ ഇപ്പൊ തന്നെ അതങ്ങ് ചെയ്തോ. മുത്തശ്ശി ഇതും കൂടെ ചെയ്യുന്നതോടെ എല്ലാം സേഫ് ആയിരിക്കുമല്ലോ അല്ലേ? നീ അങ്ങനെ തന്നെ വിചാരിച്ചോ? അഥവാ ഇനി ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാ ഞാൻ പറയുന്നത് പോലെ നീ അങ്ങ് ചെയ്താ മതി. ആ, ഇനി പെട്ടെന്നാകട്ടെ അത് കൊണ്ടുപോയി കളാ. ആ ശരി മുത്തശ്ശി. എന്റെ ഭഗവാനെ,